കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ സിപിഎം നേതാക്കൾക്ക് ക്ലീൻ ചീറ്റ് നൽകാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. AC മൊയ്തീൻ, തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയവർക്കാണ് ക്ലീൻ ചീറ്റ് നൽകാത്തത്. കേസിൽ രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാനും നീക്കം തുടങ്ങി. ഇതിൽ കൂടുതൽ സിപിഎം നേതാക്കളെ പ്രതി ചേർക്കാൻ സാധ്യത. സ്വത്ത് കണ്ടുകെട്ടിയവരെ പ്രതി ചേർത്തേക്കും. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ഈ സിപിഎം നേതാക്കൾക്ക്, അതായത് അവരുടെ ഈ കുരുക്ക് മുറുകുന്നു എന്നല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക? രണ്ടാം കുറ്റപത്രമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കാൻ നീക്കം നടത്തിയിരിക്കുന്നത്. അതായത് ആദ്യ കുറ്റപത്രത്തിൽ 55 പ്രതികൾ ഈ കേസിലുണ്ടായിരുന്നു. രണ്ടാം കുറ്റപത്രത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പ്രതികൾ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടിയ പല ആളുകളും അതിൽ പ്രതികളാകാൻ ഉള്ളതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്ന CPM നേതാക്കളടക്കമുള്ളവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാം കുറ്റപത്രത്തിനായി എത്രയും പെട്ടെന്ന് രണ്ടാം കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ CPM നേതാക്കൾക്ക് ക്ലീൻ ചീറ്റ് നൽകാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. AC മൊയ്തീൻ, തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയവർക്കാണ് ക്ലീൻ ചീറ്റ് നൽകാത്തത്. കൂടുതൽ കുരുക്ക് മുറുകാൻ പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ്.